നമസ്കാരം. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണെന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഒരു വീട്ടുജോലിക്കാരനാണെന്ന്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കർണാടകയിൽ വല്ലാതെ ക്ഷുഭിതനായി കാണപ്പെടുകയുണ്ടായി. പ്രശ്നം മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ സങ്കൽപ് സമാവേശൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് വന്ന കോൺഗ്രസ് പ്രവർത്തകർ വേദിയിലുണ്ടായിരുന്ന മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ ഡി കെ ശിവകുമാറിന്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് വലിയ വില നൽകി. തന്നെയുമല്ല, ആ വില നൽകുന്നതിൻ്റെ ഭാഗമായി ഡി കെ എന്നുള്ള മുദ്രാവാക്യം വലിയ ഉച്ചത്തിൽ മുഴക്കുകയും അത് കേട്ടതിനെ തുടർന്ന് മല്ലികാർജുൻ ഖാർഗെ കുപിതനായി കോൺഗ്രസ്സുകാരുടെ യാഥാർത്ഥ്യം വിളിച്ചു പറയുകയും ചെയ്തു. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ യൂസ്ലെസ് ഫെലോസ്, ഒന്നിനും കൊള്ളാത്തവന്മാരെന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് ചേരുന്ന ഒരു പേര് അദ്ദേഹം പരസ്യമായി വിളിച്ചു പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, നർമ്മരസത്തിൽ പറയാം. പക്ഷേ അടിസ്ഥാനപരമായി സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരെ അപമാനിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ ചെയ്തത്. അവർ മല്ലികാർജുൻ ഖാർഗെയെ പ്രതി അസഭ്യമൊന്നും പറഞ്ഞിട്ടില്ല. വേദിയിലുണ്ടായിരുന്ന ഡി കെ ശിവകുമാർ എന്ന അവർക്ക് ഇഷ്ടമുള്ള നേതാവിനെ, കൂടുതൽ ഇഷ്ടമുള്ള നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു. അത് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടല്ലയോ എന്നുള്ളതൊക്കെ കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിഷയമേ അല്ലത്. ഈ കളിയിൽ നമ്മളില്ല എന്ന് ഏതോ ഒരു സിനിമയിൽ പറയില്ല, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ പരസ്യമായി ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുമ്പോൾ അതിൽ പ്രതികരിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ പ്രതികരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, മല്ലികാർജുൻ ഖാർഗെ കാണിക്കുന്ന ഒരു രോഷപ്രകടനമുണ്ടല്ലോ. കാരണം ഇവരെ യൂസ്ലെസ് ഫെലോസ്, ഒന്നിനും കൊള്ളാത്തവരെന്ന് വിളിക്കുക മാത്രമല്ല, എനിക്ക് 58 വർഷത്തെ രാഷ്ട്രീയ പരിചയമുണ്ട്, 58 വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയത്തിൽ എനിക്ക് ഒരു വില നൽകണമെന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ വ്യക്തിപൂജയൊന്നുമില്ല. അതായത് ഡി കെ ശിവകുമാറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതേ കാര്യം അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെ സിന്ദാബാദ് എന്ന് അവർ വിളിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു. ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ വിളിക്കുവാനുള്ള ആളുകൾ കോൺഗ്രസ്സിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യവും അതുതന്നെയാണ് അദ്ദേഹത്തെ അമർഷം കൊള്ളിക്കുന്നത്. പക്ഷേ അതിൽ അദ്ദേഹം അമർഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒഴിച്ച് കോൺഗ്രസ്സിലുള്ള മറ്റെല്ലാവർക്കും മല്ലികാർജുൻ ഖാർഗെയുടെ വില അറിയാം. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹമെങ്കിൽ പോലും വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു കളിപ്പാവ. അവർ പറയുന്ന കാര്യങ്ങൾ പറയുക, അവർക്ക് വേണ്ട കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരികയുള്ളൂ, അവർക്ക് വേണ്ട പ്രവൃത്തികളെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടാവുകയുള്ളൂ. അവർക്ക് വേണ്ടത് ഇപ്പോൾ നരേന്ദ്രമോദി അസഭ്യം പറഞ്ഞ് നടക്കലാണ്, അല്ലെങ്കിൽ അപവാദം പറഞ്ഞ് നടക്കലാണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതുമാത്രം കൃത്യമായി ചെയ്യുകയും തൻ്റെ മകൻ ഒരു സ്ഥാനം വാങ്ങി നൽകി കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാക്കി അയാളുടെ ഭാവി സുരക്ഷിതമാക്കി തൻ്റെ മകനെയും RSSനും BJPക്കുമെതിരെ അഴിച്ചുവിടുക എന്നുള്ള പ്രവൃത്തി ചെയ്ത് വ്യാജഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ പ്രീതി സമ്പാദിക്കുക. ഇതിനപ്പുറത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് യാതൊരു കാര്യക്ഷമതയുമില്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല. കാരണം ഒന്നാമത്തെ വിഷയം, അല്ലെങ്കിൽ ഒന്നാമത്തെ ഘടകം, അദ്ദേഹത്തിന് 80-ന് മേൽ വയസ്സുണ്ട്. ഇനി അധികം രാഷ്ട്രീയ ഭാവി തനിക്കുണ്ടെന്ന് അദ്ദേഹം പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തൻ്റെ മകൻ്റെ ഭാവി ഏതെങ്കിലുമൊക്കെ തരത്തിൽ സുരക്ഷിതമാക്കണം എന്നുള്ളൊരാഗ്രഹം ഏതൊരു പിതാവിനെയും പോലെ അദ്ദേഹത്തിനുമുണ്ട്. അത് കോൺഗ്രസ്സുകാരനായ പിതാവായതുകൊണ്ട് കുറച്ചധികമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെയുള്ള അവസരത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മാനിക്കണം, തനിക്ക് വില നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടും കൂടി നടക്കില്ല ദാസ എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് പ്രവർത്തകർക്ക്. കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി അത് പറയുകയും ചെയ്യും. ഇനി കേരളത്തിലായിരുന്നു അദ്ദേഹമെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കൂ. അടിസ്ഥാനപരമായിട്ട് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ്സിൽ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്? പലരും ഇപ്പോഴും, കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള അധ്യക്ഷ ഒന്നെങ്കിൽ സോണിയാഗാന്ധിയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷൻ എന്നുള്ളതാണ്. അതാണ് അവരുടെ ധാരണ. അത്തരത്തിലാണ് വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ പെരുമാറ്റവും. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അവരങ്ങനെ പെരുമാറുന്നതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ കാണുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവർ പുകഴ്ത്തിയാൽ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. അഥവാ വിഷമം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് കടിച്ചു പിടിച്ച് സഹിച്ചുകൊള്ളും. പക്ഷേ അദ്ദേഹത്തിനും അപ്പുറം ഡി കെ ശിവകുമാറിനെ പോലുള്ളവർക്ക് ഒരു സ്വീകാര്യത കോൺഗ്രസ്സിനുള്ളിൽ ലഭിക്കുമ്പോൾ, ആ സ്വീകാര്യത മുദ്രാവാക്യങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർ പ്രകടിപ്പിക്കുമ്പോൾ, പരസ്യമാക്കുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ അസ്വസ്ഥനാവാനുള്ള അർഹത തനിക്കുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയുടെ ജോലിക്കാരനാണ് താൻ എന്ന് പറയുന്നതിൽ തനിക്ക് യാതൊരു
മാനക്കേടുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചൊരു വ്യക്തിക്ക് ഒരു പരിധിക്ക് മേൽ മാന്യത മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വില മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ അർഹതയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിനും അപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ 1-2 തവണ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഏതാണ്ട് മുഴുവനായി തന്നെ റസാക്കേഴ്സ് എന്ന ജിഹാദികൾ ഭാരത വിഭജന കാലത്ത് നൈസാമിൻ്റെ ജിഹാദിപ്പട അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അമ്മയും സഹോദരിയും ഇല്ലാതാക്കിയതാണ്. വീടിനുള്ളിൽ വെച്ച് പച്ച ജീവനോടെ തീ കത്തിച്ച് കൊന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും വയലിലായിരുന്നത് കൊണ്ട് മാത്രം ജീവനോടെ രക്ഷപ്പെട്ടതാണ്. ഈ സംഭവങ്ങൾ നിലനിൽക്കെ തന്നെ ഇന്ന് ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടി നടക്കുന്ന കോൺഗ്രസ്സിന് അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുക എന്നുള്ളൊരു പദവി ഒരു കളിപ്പാവയായിട്ടാണെങ്കിലും ഇരിക്കുന്ന അദ്ദേഹം കർണാടകയിലും മറ്റും നിരന്തരമായി ചെന്ന് ജിഹാദികൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടി നടക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് തിരഞ്ഞാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക എന്നൊന്ന് തിരഞ്ഞാൽ നിങ്ങൾക്ക് സരളമായി ലഭ്യമാകും. ആലോചിച്ച് നോക്കുക, ആരും മാനസികാവസ്ഥ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അധികാരസ്ഥാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി, എന്തെങ്കിലും ഒരു അപ്പകഷ്ണം എവിടെ നിന്നെങ്കിലും ലഭിക്കുവാൻ വേണ്ടി സ്വന്തം കുടുംബത്തിന് സംഭവിച്ച വലിയൊരു ദുരന്തം, ക്രൂരതയിൽ, ജിഹാദി ക്രൂരതയിൽ നിന്നുണ്ടായ ഒരു ദുരന്തം പാടെ മറന്ന് ഒരു പരിധിവരെ മറച്ചു വെച്ച് ഈ ചരിത്രം തന്നെ BJP-ക്കാർ പുറത്തുവിട്ടപ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യമായി പരസ്യമായി സമ്മതിക്കുന്നത് തന്നെ. മുൻപ് ഏതോ ഒരു അഭിമുഖത്തിൽ ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും അത്ര പ്രചാരത്തിലില്ലാത്ത കാലത്ത് പ്രിൻ്റ് മീഡിയയിൽ അദ്ദേഹം ഇതൊരിക്കലും മറ്റോ പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ BJP-ക്കാർ പുറത്തുവിട്ടപ്പോഴാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേജസ്വി സൂര്യയാണെന്ന് തോന്നുന്നു, തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ളവർ, സംബിത് പത്ര പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് അദ്ദേഹം അത് സമ്മതിച്ചത് തന്നെ. എന്നിട്ടും അതിനു വേണ്ടിയിട്ട് ജിഹാദികളെ ന്യായപ്പെടുത്തുവാനായിട്ട്, അതിൻ്റെ പേരിൽ ഞാൻ മുസ്ലിങ്ങളെ വെറുക്കില്ല എന്നൊക്കെ സതീരം പറയുകയും, മുസ്ലിങ്ങളെ വെറുക്കണമെന്ന് അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ല, ജിഹാദികളെ സഹായിക്കരുതെന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ചരിത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ തയ്യാറാകുന്ന, തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിന് സംഭവിച്ചൊരു ദുരന്തത്തിന് കാരണമായവരെ പിന്താങ്ങുവാനും അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളെ പിന്താങ്ങുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള വാഴ്ത്തുപാട്ടുകൾ പാടി നടക്കുവാനും തൻ്റെ വ്യാജഗാന്ധി കുടുംബത്തിന് വേണ്ടി വിടുപണി ചെയ്യുവാനും മുതിരുന്ന ഒരു വ്യക്തിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വില ആഗ്രഹിക്കുവാനുള്ള അവകാശം ഇല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹത്തിനൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ള ഒരു സ്വയം വിമർശനം അദ്ദേഹം നടത്തേണ്ട കാലമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ പ്രായം കൂടി വരികയാണ്. എല്ലാ വികാരങ്ങളും എപ്പോഴും നിയന്ത്രണത്തിലുണ്ടാകണമെന്നില്ല. നാളെ രാഹുൽ ഗാന്ധിക്ക് വിളിക്കുന്ന അതിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ജോലിക്കാരനാണല്ലോ. ഇനി അല്ലെങ്കിൽ റെയ്ഹാൻ ഗാന്ധിയോ അടുത്തൊരു വരും തലമുറയുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി അല്ലെങ്കിൽ അസ്വസ്ഥനാക്കുകയും അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്താൽ 85-90 വയസ്സായെന്നൊന്നും വ്യാജഗാന്ധി കുടുംബം നോക്കില്ല. യാതൊരു മനസാക്ഷിയുമില്ലാതെ അതിൻ്റെ പ്രതിക്രിയ അവർ ചെയ്യും. അതൊരു പക്ഷേ താങ്കൾ സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന താങ്കളുടെ മകൻ്റെ ഭാവിയും ബാധിക്കും എന്നേ എനിക്ക് മലയാളത്തിൽ പറയാനുള്ളൂ. KC വേണുഗോപാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകവൃന്ദമോ ഇതൊന്ന് കന്നഡയിൽ തർജ്ജമ ചെയ്ത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൊടുത്താൽ നന്നായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി മലയാളത്തിൽ പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷികൾ ഉള്ളത് ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. കേരളത്തിൽ നിന്നുള്ളൊരു അഭ്യുദയകാംക്ഷിയുടെ സന്ദേശമായി അദ്ദേഹത്തിന് ഇത് കന്നഡ ഡബ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കുമെന്നും കൂടി പറയുവാനുണ്ട്. പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള യാത്ര ഞങ്ങളോടൊപ്പം തുടരുക. സംവാദങ്ങളും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.